കർത്താവ് നിങ്ങളെ വിളിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ വിളിയിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ, ആരൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്നാലും ആരൊക്കെ അതിനെ എതിർത്താലും ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഒരു മനുഷ്യനും അതിനെ അടക്കി വെക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും അതിനെ തടയാൻ കഴിയത്തില്ല. കാരണം അത് മനുഷ്യനാൽ നിയോഗിക്കപ്പെടുന്ന ഒന്നല്ല. പകരം ദൈവത്താൽ, അതും സ്വർഗാദി സ്വർഗത്തിൽ സ്തുതികൾക്ക് മീതെ ഉയർന്നതും പൊങ്ങിയതുമായ സിംഹാസനത്തിലിരിക്കുന്ന ദൈവമാണ് നിങ്ങളെ നിയോഗിച്ചയക്കുന്നത്. ഒരു മനുഷ്യന്റെ ആത്മാവിനെ നേടുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവിക ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം. മനുഷ്യൻ പാപത്താൽ മരിച്ചു. അവൻ പാപത്തിന് എന്നേക്കുമായി മരണത്തിന് കീഴ്പ്പെട്ടു. അതുകൊണ്ട് അതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ മാനവകുലത്തിന് ലഭിച്ച രക്ഷയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ വലിയൊരു ദൗത്യം എന്നെ കേൾക്കുന്ന വിളിക്കപ്പെട്ട ദൈവ പൈതലെ നമുക്കില്ല. അതുകൊണ്ട് ലോകത്തിലെ ഒരു മനുഷ്യനും ആ നിയോഗത്തിന് നേരെ നിൽക്കാൻ കഴിയത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഒറ്റ കാര്യം ചെയ്യുക, ദൈവവചനത്തിലും പ്രാർത്ഥനയിലും വിശ്വസ്തയോടെ ആയിരിക്കുക. ലഭിച്ച അഭിഷേകത്തെയും വിളിയുടെ ബോധ്യത്തെയും വിട്ടുകളയാതെ ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കുക. എത്രത്തോളം ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുന്നു, അത്രത്തോളം നിങ്ങളെ കർത്താവ് ഉയർത്തും. ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കുക. അവൻ നിങ്ങളെ ഒരു ദിവസം ഉയർത്തുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വിളിക്കൊത്തവണ്ണം കർത്താവ് നിങ്ങളെ ഓടിക്കും. ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ ജനത്തെ നേടുവാനായി കർത്താവ് നിങ്ങൾ ഉപയോഗിക്കും. ശാന്തമായ ദൈവസന്നിധിയിൽ ഇരിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.